Good morning, everyone. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണോ 66 പോയിൻറ്റ്സ് പോസിറ്റീവിലാണ് ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. 24,063.55 ഇന്നത്തെ ഓപ്പണിംഗ് ലെവൽ. ഇന്നൊരു ഇലക്ഷൻ റിസൾട്ട്സ് വരുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വോളറ്റൈൽ മൂവ്മെൻറ്റ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ അത്യാവശ്യം റിസൾട്ട്സൊക്കെ വന്നു തുടങ്ങിയെന്നാണ് തോന്നുന്നത്. ഇരുപത്തിനാലായിരത്തിന് താഴെയാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിട്ടുള്ള മാർക്കറ്റ്. അറൗണ്ട് 24,000, 24,000 താഴെയാണ്. 23,997.55 ക്ലോസ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വ്യാഴാഴ്ച 3 ദിവസത്തിന് ശേഷമാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. മഹാരാഷ്ട്ര ഡേ ആയതുകൊണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച 1-ാം തീയതി മെയ് 1-ന് മാർക്കറ്റ് ഹോളിഡേ ആയിരുന്നു. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഇലക്ഷൻ റിസൾട്ട്സ് അതിനനുസരിച്ചിട്ടുള്ളൊരു വോളറ്റൈൽ മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. ഓവറോൾ ഒരു സൈഡ് വേസ് ഡേ ആവാനുള്ള ചാൻസസ് ഉണ്ട്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞു. 24,100 ബ്രേക്ക് ചെയ്തൊരു മൊമെൻറ്റം വരുന്നുണ്ട്. നമ്മളൊരു സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ന്യൂസ് ബേസ്ഡായിട്ട് ട്രേഡ് ചെയ്യാതിരിക്കുക. എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ നമ്മളെന്താണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുക. ആ ഒരു റൂൾസ് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഇന്ന് ഇലക്ഷൻ റിസൾട്ട് ഡേ ആയത് അല്ലെങ്കിൽ ഇവൻറ്റ് ഡേ ആയതുകൊണ്ട് ട്രേഡിങ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ മാറി നിൽക്കേണ്ട കാര്യമില്ല. നമ്മുടെ സിസ്റ്റം കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് എല്ലാവരും അവരവരുടെ സിസ്റ്റം ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പൊസിഷൻ സൈസ് ലൈറ്റായിട്ട് വയ്ക്കുക, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം പറയുന്ന രീതിയിലുള്ള പൊസിഷൻ സൈസ് ചെയ്യുക. ഇന്ന് വലിയ ലോസ് വരാനും വലിയ പ്രോഫിറ്റ്സ് ഉണ്ടാക്കാനൊക്കെ പോസിബിലിറ്റി ഉണ്ട്. 24,245 ലെവലാണ് ഇന്നത്തെ ഡേ ഹൈ ഇതുവരെ വന്നിട്ടുള്ളത്. 24,200 ലെവലിലേക്ക് സ്പൈക്ക് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് മിനിറ്റിൽ തന്നെ. നമുക്ക് വളരെ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഓപ്പർച്യൂണിറ്റി കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം എൻട്രി എടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എനി ഈവൻ്റ് അല്ലെങ്കിൽ എനി മാർക്കറ്റ് ഡേയിലും അത് തന്നെയാണ് നമുക്ക് ചെയ്യുന്നത്. 24,200 കോൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ അറൗണ്ട് 160 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ 24,250 കോൾ ഓപ്ഷൻ. ഇന്നൊരു പുതിയ മാസം മന്ത്ലി ഓപ്പണിംഗും കൂടിയാണ്. നിഫ്റ്റി മെയ് മാസം, ഏപ്രിൽ മാസം ക്ലോസിംഗ് കഴിഞ്ഞു. മെയ് മാസം ഓപ്പൺ ചെയ്ത് 3 ദിവസം ഹോളിഡേ ആയിരുന്നു ഫസ്റ്റ് 3 ഡേ. അപ്പോൾ 24,250 കോൾ ഓപ്ഷൻ ഒരു 130 ലെവലിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 24,200 പുട്ട് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ അത് ഒരു 110 ലെവലിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. 24,300 പുട്ട് ഓപ്ഷൻ. ഒരു 160 ലെവൽ അല്ലെങ്കിൽ 24,250 പുട്ട് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ അറൗണ്ട് 140 ലെവൽ ഇതിലുള്ള സ്ട്രൈക്ക് പ്രൈസസ് ഒക്കെ നമ്മൾ സെലക്ട് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഫസ്റ്റ് 1 മിനിറ്റിൽ തന്നെ നമുക്കൊരു ബൈയിങ് പ്രഷർ അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചു. ബുള്ളിഷ് ആയിട്ടുള്ളൊരു അത് സസ്റ്റെയിൻ ചെയ്ത് കൂടുതൽ ഹയർ ലെവൽസിലേക്ക് വരുമെന്ന് നമുക്ക് നോക്കാം. പിന്നെ കുറച്ച് വോളറ്റൈൽ ഡേ കൂടി ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. ഇന്ന് ഇവൻ്റ് ഡേ ആണ്. ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള കുറേ മൂവ്മെൻറ്റ്സ് നമുക്കിന്ന് കാണാം. ഓവറോൾ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യുമോ നെഗറ്റീവിൽ ക്ലോസ് ചെയ്യുമോ എന്ന് പറയാൻ കഴിയില്ല. ചിലപ്പോൾ ഇന്നത്തെ ഓപ്പണിംഗ് ലെവലൊരു 24,063
24,050, 24,100 അതിനിടയിൽ തന്നെ ക്ലോസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാമെന്ന് മാത്രം. നമ്മുടെ ട്രേഡ്സ് എന്ന് പറയുന്നത് ചാർട്ട് ബേസ് നോക്കുക, അതിനുശേഷം എൻട്രി വരുന്നതിനനുസരിച്ചിട്ട് എൻട്രി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആസ് ഓഫ് നൗ ഒരു കൺഫർമേഷൻ ഒന്നും തന്നെ വന്നിട്ടില്ല. 24,180 ലെവലിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് നിഫ്റ്റി. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളൊരു എൻട്രി എടുത്തിട്ടുണ്ട്. 24,300 കോൾ ഓപ്ഷൻ 119 ആണ് ആവറേജ് പ്രൈസ്. മാർക്കറ്റിൽ നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം ഉണ്ട്. ഫസ്റ്റ് 5 മിനിറ്റ്സിന് ശേഷം ഒരു ഹയർ ഹൈ ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു മൊമെൻറ്റം 24,400, ഒരു 325, അതുപോലെ തന്നെ 400 ലെവലിലേക്ക് സ്പൈക്ക് ചെയ്യുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്തായാലും ഫോളോ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ വൺസ് ഈ ഒരു സ്പൈക്ക് കഴിഞ്ഞതിന് ശേഷമായിരിക്കും മാർക്കറ്റ് ഫോളോ ആവുക എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു അപ്പ് മൂവ് റൈഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഇത് റൈഡ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഇപ്പോൾ എന്തായാലും 1 ലോട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 119 ആവറേജ് പ്രൈസ്, 24,300 കോൾ ഓപ്ഷനാണ്. കോൾ ഓപ്ഷൻ ഡേ ഹൈ ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്പോട്ട് ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് ഹയർ ഹൈ ഒരു മൊമെൻറ്റം അങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിലിൽ മാത്രമാണ് ഒരു പുൾ ബാക്ക് നമുക്ക്, അല്ലെങ്കിൽ ഒരു പ്രൈസ് റിജക്ഷൻ ഹയർ ലെവൽസ് നിന്ന് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ആ ഒരു പുൾ ബാക്കിന് ശേഷമാണ് ഒരു മൊമെൻറ്റം വന്നുകൊണ്ടിരിക്കുന്നത്. $24,300 സ്ട്രൈക്ക് പ്രൈസിൻ്റെ ഡേ ഹൈ നോക്കുകയാണെങ്കിൽ 132.65 ആണ് ഇതുവരെ വന്നിട്ടുള്ള ഡേ ഹൈ. അത് ഫസ്റ്റ് 1 മിനിറ്റിൽ തന്നെ വന്നിട്ടുള്ള ഡേ ഹൈ ആണ്. $24,325 അതുപോലെ തന്നെ 24,400 ലെവൽസിലേക്ക് സ്പൈക്ക് ചെയ്യുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റും. യെസ്, നമുക്ക് അടുത്ത എൻട്രി എടുക്കാൻ സമയമായിക്കൊണ്ടിരിക്കുന്നു. മൊമെൻറ്റം കാണുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. കൺഫേം ആവുകയാണെങ്കിൽ മാത്രം എൻട്രി എടുക്കാം. യെസ്, പ്രൈസ് റിജക്ഷനാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. യെസ്, നമ്മളൊരു എൻട്രി കൂടി എടുത്തിട്ടുണ്ട്. 2 ലോട്ട്സ് 121.55 ആവറേജ് പ്രൈസ്. നമ്മൾ 119 ആയിരുന്നു. അപ്പോൾ അറൗണ്ട് ആ ഒരു ലെവലിൽ തന്നെയാണ് നമുക്ക് നെക്സ്റ്റ് ഒരു എൻട്രി കൂടി നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. $24,290
ആണ് ഇതുവരെ വന്നിട്ടുള്ള ഡേ ഹൈ സ്പോട്ട് ലെവലിൽ. കോൾ ഓപ്ഷൻ ഡേ ഹൈ ലെവൽ ബ്രേക്ക് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്കൊരു മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ 2 ലോട്ട്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അറൗണ്ട് 1K പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു പൊസിഷൻ കൃത്യമായിട്ട് ഈ ഒരു ട്രേഡ് മാക്സിമം റൈഡ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പം നമ്മൾ 2 ലോട്ടാണ് എടുത്തിട്ടുള്ളത്. 121 ആവറേജ് പ്രൈസ് വരുന്നുണ്ട്. ഡേ ഹൈ ബ്രേക്ക് ചെയ്തൊരു 30-40 പോയിൻറ്റ്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഒരു 24,325 ലെവൽ, ഞാൻ നേരത്തെ പറഞ്ഞ ലെവലിലേക്ക് ഒരു സ്പൈക്ക് വരികയാണെങ്കിൽ, ഇവിടെ നിന്നൊരു ഫുൾ ബാക്ക് വരികയാണെങ്കിലും നമുക്ക് ഈ ഒരു പൊസിഷൻ മാനേജ് ചെയ്യേണ്ടി വരും. നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ലെവലാണ് 132 ലെവൽ ആണ് ഡേ ഹൈ ലെവൽ. അപ്പോൾ അതൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു പുൾ ബാക്കാണ് വരുന്നത് 24,280-290 ലെവലിലും. പിന്നൊരു ഇവൻ്റ് ഡേ കൂടിയാണ്. പിന്നൊരു 4 സ്റ്റേറ്റിൽ ഇലക്ഷൻ റിസൾട്ടാണ്, അസംബ്ലി ഇലക്ഷൻ റിസൾട്ട് വരുന്നുണ്ട്. ഒരു UTയിലും ഇലക്ഷൻ റിസൾട്ടാണ്. ഇപ്പോൾ കേരളത്തിലെ റിസൾട്ട്സൊക്കെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പോൾ ഞാൻ ഈ ട്രേഡിംഗ് സമയത്ത് റിസൾട്ട്സ് നോക്കാറില്ല. ഞാൻ ഓരോ മണിക്കൂർ കൂടുമ്പോഴും ഒന്ന് ചെക്ക് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ മാർക്കറ്റിൽ തുടങ്ങുന്നതിന് മുമ്പ് ചെക്ക് ചെയ്തിരുന്നു. പിന്നെ ഒരു 10 മണിക്കും 11 മണിക്കും പിന്നെ 1 മണിക്കും കൂടി ഞാൻ ചെക്ക് ചെയ്യും. അതല്ലാതെ നമ്മൾ ട്രേഡിൻ്റെ ഇടയ്ക്ക് മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ റിസൾട്ട്സ് എന്താ സംഭവിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ച് നമ്മുടെ ട്രേഡിൻ്റെ ഒരു ഫോക്കസ് നമുക്ക് നഷ്ടമാവാൻ സാധ്യതയുണ്ട്. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ചിലവർ രാവിലെ മുതൽ ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് ഒരു ദിവസം മാർക്കറ്റ് ഇല്ലെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ റിസൾട്ട് നോക്കിയിരിക്കും, അല്ലെങ്കിൽ റിസൾട്ട് പൂർണ്ണമായിട്ടുള്ളൊരു റിസൾട്ട് കാണുന്നത്. അപ്പോൾ അതെപ്പോഴും എല്ലാവരും ചെയ്യുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ ഒരു നമ്മുടെ ഒരു ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരിക്കലും ആ രീതിയിൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ചിലവർ സ്ക്രീനിൽ തന്നെ ട്രേഡിംഗ് സ്ക്രീന് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അപ്പുറത്ത് വേറൊരു സ്ക്രീനിൽ അല്ലെങ്കിൽ TV പ്ലേ ചെയ്യുന്നത് നമുക്ക്, അല്ലെങ്കിൽ TV റിസൾട്ട്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡിൻ്റെ ഒരു ഫോക്കസ് നഷ്ടമാവും എന്നുള്ളത് ഒരു കാര്യം കൂടിയുണ്ട്. നമുക്കൊരു പക്ഷേ ഇവിടെ നിന്ന് ബുക്ക് ചെയ്യേണ്ടി വരാൻ ചാൻസ് ഉണ്ട്. ഇല്ല, ആ ഒരു ചാൻസ് നമ്മൾ ഒരു റിസ്ക് ഉണ്ടായിരുന്നു, പക്ഷെ അത് ബ്രേക്ക് ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാം. 130 ലെവലാണ് ഡേ ഹൈ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ആസ് ഓഫ് നൗ നമ്മുടെ പൊസിഷൻ 2 ലോട്ട്സ് ആണ്. ഒരു 400 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് ഉണ്ട്. 122 ആണ് ആവറേജ് പ്രൈസ് വരുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ കോസ്റ്റിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 121 ഒരു പുൾ ബാക്കിനുള്ള ചാൻസസ് ഉണ്ട്, അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്തായാലും. പക്ഷേ നമുക്ക് ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ബ്രേക്ക് ഔട്ട് വരുമെന്ന് തന്നെയാണ് വ്യൂ. ഒരു അഡീഷൻ കൂടി കൊടുക്കേണ്ടി വരും. നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് പ്രോപ്പറായിട്ട് ബ്രേക്ക് ഔട്ടിന് ശേഷം ഇനി അഡീഷൻ ആഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ.
അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആസ് ഓഫ് നൗ അത് ചെറിയൊരു പുൾ ബാക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, കോസ്റ്റിലുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം. 120 തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. 132 ബ്രേക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. ആസ് ഓഫ് നൗ അത് അറൗണ്ട് കോസ്റ്റിലുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പൊസിഷൻ ഒരു പുൾ ബാക്ക് വന്നിട്ടുണ്ട്. പുൾ ബാക്കിന് ശേഷം മാക്സിമം ഒരു 3K 3.5Kയിലേക്കെല്ലാം പോയി ലോസ്. ആവറേജ് പ്രൈസ് 121.55 മൈനസ് 90.1. അറൗണ്ട് 3K ആണ് നമുക്ക് ലോസ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 100 ലെവലിലേക്ക് ഒരു പുൾ ബാക്കാണ് വന്നിട്ടുള്ളത്. ഇനിയൊരു 120 ലെവൽ അറൗണ്ട് കോസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ട്രേഡ് സേഫായി എന്ന് പറയാൻ പറ്റൂ. ഇപ്പോൾ ഒരു പുൾ ബാക്കിന് ശേഷം ഹൈയിലേക്കോ ഹയർ റെസിസ്റ്റൻസ് ലെവലിലേക്കോ സ്പൈക്ക് ആവണം. സ്പോട്ട് ചാർട്ട് നോക്കുകയാണെങ്കിൽ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മൊമെൻറ്റം വരും. റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഞാൻ ആഡ് ചെയ്യാനുള്ളൊരു കപ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് ആഡ് ചെയ്തിട്ടില്ല. റിസ്ക് കൂടുതലാവും എന്ന് കരുതിയിട്ടോ ആഡ് ചെയ്തിട്ടില്ല. ഇന്നത്തെ ദിവസം കൂടി കൺസിഡർ ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യണം. ഇപ്പോൾ ഹൈ റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലോ മാത്രമേ നമുക്ക് ഈ ഒരു ട്രേഡിൽ നിൽക്കാൻ പറ്റൂ. എന്തായാലും മൊമെൻറ്റം വരട്ടെ. റീടെസ്റ്റ് വരും എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ലോവർ ഹൈ ഫോം ചെയ്ത് കഴിഞ്ഞാലും റിസ്ക്കാണ്. അതുപോലെ തന്നെ ലോ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ലോവർ ഹൈ ഫോം ചെയ്യണം. എന്തായാലും ലോവർ ഹൈ ഫോം ചെയ്യലും ബ്രേക്ക് ചെയ്യലൊക്കെ ഒരുമിച്ചായിരിക്കും ചിലപ്പോൾ. ആ ഒരു റിസ്ക് നമുക്കുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. ആസ് ഓഫ് നൗ ക്വാണ്ടിറ്റി ആഡ് ചെയ്തിട്ടില്ല. 2K ലോസിൽ റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്തു. 4.2K ലോസിലാണ് സ്ക്വയർ ഓഫ് ചെയ്തത്. നമ്മൾ ഡൗൺ ആവുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തു, പക്ഷേ 24,280 ലെവലിൽ നിന്ന് ഒരു റീടെസ്റ്റ് വന്നില്ല. ലോവർ ഹൈ ഫോം ചെയ്ത് താഴേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു സപ്പോർട്ട് ലെവൽ ഉണ്ടായിരുന്നു. ആ സപ്പോർട്ട് ലെവലും ബ്രേക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ എക്സിറ്റ് ചെയ്യേണ്ടി വന്നു. 88.85 എക്സിറ്റ് ചെയ്തത്. നമ്മുടെ ആവറേജ് പ്രൈസ് 120 ആണ്. അപ്പോൾ 32 പോയിൻറ്റ്സാണ് നമുക്ക് ഈ ഒരു ട്രേഡിൽ ലോസ് ആയത്. 4.2K ആണ് ലോസ്. അപ്പോൾ ഇനിയൊരു പുട്ട് ഓപ്ഷൻ എൻട്രി കിട്ടുമോ നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ എൻട്രി ചെയ്യാം. ബട്ട് ഒരു ഡൗൺഫോളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ ഒരു ട്രേഡിംഗ് ലോസിലേക്കാണ് പോയിട്ടുള്ളത്. 4.2K ആണ് ലോസ്. 88 നമ്മൾ ബുക്ക് ചെയ്ത് 80ലേക്ക് വന്നു കഴിഞ്ഞു. ഇപ്പോൾ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. അതിനുശേഷം പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ഫോളോ ആവാൻ ചാൻസ് ഉണ്ട്. ഡേ ലോ 76 ലെവലാണ്. അപ്പോൾ ആ ഒരു ലെവലും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിക്കവർ ആവാനുള്ള ചാൻസസ് ഉണ്ട്. കോൾ ഓപ്ഷൻ നമുക്ക് നോക്കാം. അതുകൂടി ശ്രദ്ധിച്ചിട്ട് വേണം എൻട്രി എടുക്കാൻ അടുത്ത ട്രേഡ്.